നമ്മളപ്പോൾ ഒരുപാട് നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയായിരുന്നു. നമ്മൾ മാവേലിക്കരയിൽ നിന്ന് പത്തനംതിട്ടയിലുള്ള ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതാണ് ഉളനാട് ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് കുളനടയിൽ നിന്ന് 4.25 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്താം. മെയിൻ റോഡിൽ നിന്ന് ഒരു അല്പം അകത്തേക്ക് കയറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് സ്വകാര്യ വാഹനത്തിൽ വരുന്ന ഭക്തരാണെങ്കിൽ അവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെ അതിവിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും പുലർച്ചെ 5:30 നട തുറക്കുകയും അതിനുശേഷം ഒരു 10:00 ക്ഷേത്രനട അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരങ്ങളിൽ 5:30 ക്ഷേത്രനട തുറക്കുകയും 7:30 ആകുമ്പോഴത്തേക്ക് ക്ഷേത്രനട അടയ്ക്കുകയും ചെയ്യും. അതനുസരിച്ച് വേണം നിങ്ങൾ വരിക. എല്ലാ മാസത്തെ രോഹിണി നാളിൽ സാധാരണ ദിവസങ്ങളേക്കാൾ കുറച്ചധികം സമയം ക്ഷേത്രനട തുറന്നിരിക്കും. അന്ന് വിശേഷ പൂജ ഉണ്ടായതുകൊണ്ട് മാത്രം കുറച്ചധികം സമയം നട തുറന്നിരിക്കുന്നതാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നടത്തിയ ഒരു വഴിപാടിൽ നിന്നാണ് ഉറി വഴിപാട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി മാറുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:15 മുതൽ 10 മണി വരെയും വൈകുന്നേരങ്ങളിൽ 5:30 മുതൽ 6:30 വരെ ഉദ്ദിഷ്ടകാര്യശുദ്ധിക്കും സർവ്വദുഃഖ നിവാരണത്തിനും പുത്രലബ്ധിക്കും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ഉറി വഴിപാട് നമുക്ക് നടത്താവുന്നതാണ്. ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിനും അല്ലെങ്കിൽ സാധിച്ചതിന് ശേഷവും നമുക്ക് ഭക്തർക്ക് അവിടെ നമുക്ക് വഴിപാട് നടത്താവുന്നതാണ്. വെണ്ണ, കദളിപ്പഴ, ഉണ്ണിയപ്പം, ലഡു, അവൽ, പഞ്ചസാര, കൽക്കണ്ട, ഉണ്ടശർക്കര എന്നിവ, ഉണക്കമുന്തിരി ഇവയൊക്കെയാണ് പൊതുവെ ഉറിയിൽ നിറയ്ക്കാറുള്ളത്. ഇവയെല്ലാം ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഈ വഴിപാട് സാധനങ്ങളെല്ലാം ഉറി, അതിൻ്റെ കലം, ഇതെല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. കണ്ണൻ്റെ ഇരുവശങ്ങളിലുമായി ഉപദേവതകളുണ്ട്. അതുകൂടാതെ നാഗരാജാവ്, നാഗേശി ഇവരുടെ സാന്നിധ്യവും അവിടെ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ നിന്നാലും ഉണ്ണിക്കണ്ണൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ പുത്രലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഒരുപാട് അച്ഛനമ്മമാരെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുമാത്രമല്ല, നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ ഉറപ്പായിട്ടും സാധിച്ചു തരും. ഒരുപാട് അനുഭവസ്ഥരാണ് ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. അവിടെ വരുന്ന ഭക്തരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവർ പറയുന്നത്, നമ്മൾ എന്താവശ്യം കണ്ണനെ വിളിച്ച് പറഞ്ഞാലും കണ്ണനോട് ആവശ്യപ്പെട്ടാൽ കണ്ണൻ ഉറപ്പായിട്ടും ആ ആവശ്യം സാധിച്ചു തരുമെന്നാണ് അവിടെ വരുന്ന ഭക്തർ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം അവർ പറയുന്നത്, പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് ഉറികൾ, ലക്ഷക്കണക്കിന് ഉറികളാണ് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഭക്തർ വന്ന് അവരുടെ ആവശ്യം സാധിച്ചതിന് ശേഷമോ അല്ല സാധിക്കുന്നതിന് മുന്നോ അവർ കണ്ണന് വഴിപാടായി നടത്തിയതിന് ശേഷമുള്ള ഉറികൾ ക്ഷേത്രത്തിൽ എവിടെ നോക്കിയാലും ഒത്തിരി ഉറികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭയങ്കര ഭംഗിയാണത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണമെങ്കിൽ ഇതിൻ്റെ ഒരു മാഹാത്മ്യം നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരുടെ സഹകരണമാണ്. നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിന്ന് അവർ നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.